ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സബൂർ വായിക്കും, സങ്കീർത്തനങ്ങൾ സബൂർ വായിക്കും. ആ സബൂർ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ വീജികളുടെ സൗന്ദര്യം, അതിൻ്റെ ആധിക്യം കാരണത്താൽ അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങൾ വായിക്കുമായിരുന്നു. പാറിപ്പറക്കുന്ന പറവകൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തലമുകളിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് അവർ വരിയായി നിൽക്കും. എന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അവർ സങ്കീർത്തനം വായിക്കുമായിരുന്നു എന്നാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശീ വൽ ഇശ്റാഖ് വത്വയ്റ മഹ്ശൂറതൻ കുല്ലുൻ ലഹു അവ്വാബ്. അല്ലാഹു ദാവൂദ് നബിക്കൊപ്പം പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി. അങ്ങനെ യുസബ്ബിഹ്ന ബിൽ അശീ വൽ ഇശ്റാഖ് എന്നാണ്, പ്രഭാത പ്രദോഷങ്ങളിൽ പർവ്വതങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം സങ്കീർത്തനം നടത്തും. അതേപോലെ വത്വയ്റ മഹ്ശൂറതൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ട പക്ഷികളെയും അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ലുൻ ലഹു അവ്വാബ്, പർവ്വതങ്ങളും പക്ഷികളും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം സങ്കീർത്തനം നടത്തുന്ന, അങ്ങനെ പശ്ചാത്തപിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തഫ്സീറുകളിൽ കാണാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദരമായിട്ട് സങ്കീർത്തനം വായിക്കും. അദ്ദേഹത്തിൻ്റെ ഭംഗി, ആ ശബ്ദവീജികളുടെ ഭംഗി വർണ്ണനാതീതാണ്. പറവകൾ പാറിപ്പോകുമ്പോൾ ചെയ്യും, ആ പാറിപ്പോകുന്ന പറവകൾ ഇങ്ങനെ നിൽക്കും. അങ്ങനെ പർവ്വതങ്ങൾ വന്നത് ഇങ്ങനെ, പറവകൾ ഇങ്ങനെ അണിയായിട്ട് വരിയായിട്ട് നിൽക്കും. എന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അവയും സങ്കീർത്തനം വായിക്കുന്ന ചരിത്രമാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ജമീലാണ്, അവൻ ജമാല് പ്രദാനം ചെയ്യുന്നവരാണ്. ചിലർക്ക് ശരീരത്തിൽ, മറ്റു ചിലർക്ക് അവരുടെ ശബ്ദങ്ങളിൽ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാൽ ഏകുന്നവനാണ്.